ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർ അവരുടെ ആനുവൽ എക്സാം അഥവാ വാർഷിക പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ കുറേ ദിവസങ്ങളായി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടീച്ചർ തൊട്ട് മുന്നത്തെ വർഷം നമ്മുടെ വാർഷിക പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മക്കൾക്ക് വരുന്ന ദിവസങ്ങളിലും എക്സാമിന് ചോദിക്കേണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ടീച്ചർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി പറയാനായിട്ടുണ്ട്. നമ്മൾ 1,00,000 ഫാമിലി ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, പുതുതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ 1,00,000 ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആക്ടിവിറ്റി 1, കോൺവെർസേഷൻ. റൗളി കെയിം ബാക്ക് ഹോം. ഹർ മദർ ബിക്കെയിം വെരി ഹാപ്പി. Where were you? The mother asked. Complete the conversation between റൗളി ആൻഡ് ഹർ മദർ. നമ്മുടെ റൗളി ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, വീട്ടിലോട്ട് തിരിച്ചു വന്നു അല്ലേ? അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി അല്ലേ, ഒത്തിരി ഹാപ്പിയായി. അപ്പോൾ അമ്മ അവളോട് ചോദിക്കുകയാണ്, were you? നീ എവിടെയായിരുന്നു എന്ന് നമ്മുടെ റൗളിയുടെ അടുത്ത് അന്വേഷിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ മദറും റൗളിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ മക്കളുടെ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ നോക്കിക്കേ, എന്തൊക്കെയായിരിക്കും അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. മദർ ചോദിക്കുകയാണല്ലേ, were you? അപ്പോൾ റൗൾ എന്ത് പറഞ്ഞു? ഐ എം വെൻറ്റ് ടു മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ, ഞാൻ ആദ്യമായിട്ട് പറക്കാനായിട്ട് പോയതാണല്ലേ. അപ്പോൾ മദർ പിന്നെ എന്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും, അത് നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലേ. ഹു ഗേവ് യു ദി ഗ്ലാസസ് ആൻഡ് ദി ഹാറ്റ്? ആരാണ് എനിക്ക് ഈ ഗ്ലാസും അതുപോലെ തന്നെ ഈ തൊപ്പിയൊക്കെ തന്നതല്ലേ? അപ്പോൾ നമ്മുടെ റൗളി എന്ത് പറയും? മൈ ന്യൂ ഫ്രണ്ട് ദി മൗസ് എന്ന് പറയും അല്ലേ. അടുത്തത് നമ്മുടെ മദർ എന്ത് പറയും? വാവ് യു ആർ സോ ബ്യൂട്ടിഫുൾ അല്ലേ. നീ എന്താണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ഇതേ രീതിയിലുള്ള മക്കൾക്ക് അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, ഒന്നാമത്തെ ആക്ടിവിറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്കിൽ വേഗം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഇനി നമുക്ക് 2ാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. 2ാമത്തെ ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷനാണ്. മക്കൾക്ക് അവിടെ ഭംഗിയായിട്ടുള്ളൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അവിടെ ആ ഒരു പിക്ചറിൽ ആരൊക്കെയാണ് മക്കൾക്ക് കാണാനായിട്ട് പറ്റുന്നത്? അതെ, നമ്മുടെ ലിസിയും അതുപോലെ തന്നെ സാമും ഉണ്ട് അല്ലേ. ലിസി ആൻഡ് സാം വെൻറ്റ് ടു എ ഗാർഡൻ. ഡിസ്ക്രൈബ് ദി പിക്ചർ. നമ്മുടെ ലിസിയും സാമും കൂടി എവിടെ പോയതാണ്? ഗാർഡനിലോട്ട് പോയതാണല്ലേ, പൂന്തോട്ടത്തിലോട്ട് പോയതാണ്. അപ്പം അപ്പമുള്ള ഒരു പിക്ചറാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ആ ഒരു പിക്ചർ നോക്കിയിട്ട് മക്കൾ എന്ത് ചെയ്യണം? ആ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം കേട്ടോ. അപ്പം നോക്കിയേ, കുറച്ച് വേർഡ്സൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആ ഒരു സെൻറ്റൻസൊക്കെ മക്കൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നോക്കിക്കേ, ദർ ഇസ് എ ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ദർ ഇസ് എ സ്ട്രീം ഇൻ ദി ഗാർഡൻ അല്ലേ. ആ ഗാർഡനിൽ എന്തുണ്ട്? ഒരു സ്ട്രീം ഉണ്ട് അല്ലേ. സാം ഈസ് ഫിഷിംഗ് ഫ്രം ദി സ്ട്രീം. നമ്മുടെ സാം എന്ത് ചെയ്യാണ്? ആ ഒരു സ്ട്രീമിൽ നിന്ന് ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർ ആർ 2 ബട്ടർഫ്ലൈസ് ഫ്ലട്ടറിങ് അറൗണ്ട് ദി ഫ്ലവർ. 2 ബേർഡ്സ് ആർ ഫ്ലൈയിങ്. എ ഡോഗ് ഈസ് സിറ്റിംഗ് നിയർ സാം. അപ്പം ഇതേ രീതിയിൽ എന്ത് ചെയ്യുക, മക്കൾക്ക് ആ ഒരു പിക്ചറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഒത്തിരി ദൂരത്തിലുള്ള കൂട്ടുകാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ടീച്ചർക്ക് മക്കളുടെ പേരും നിങ്ങളുടെ സ്ഥലവും സ്കൂളിൻ്റെ പേരൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്കൂൾ എവിടെയാണ് എന്നുള്ള കാര്യം കൂടി പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, ആക്ടിവിറ്റി 3, റീഡ് ആൻഡ് ഡ്രോ. ലുക്ക് അറ്റ് ദി പിക്ചർ. വാട്ട് ഡു യു സീ ഹിയർ? Do you want to complete the picture? Read the following sentences and complete the picture. മക്കൾക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. പിക്ചർ എന്താണെന്നുള്ളത് ടീച്ചർ കാണിക്കാം. ഒരു ട്രീയുടെ പിക്ചറാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എന്ത് ചെയ്യാൻ, മക്കൾക്ക് താഴെ കുറച്ച് എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് സെൻറ്റൻസൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതനുസരിച്ച് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ആ തന്നിട്ടുള്ള പിക്ചർ കൂടുതൽ കാര്യങ്ങളൊക്കെ വരച്ച് ചേർത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? തന്നിട്ടുള്ള ഓരോ സെൻറ്റൻസ് ആയിട്ട് നോക്കാം കേട്ടോ. അതനുസരിച്ച് നമുക്ക് തന്നിട്ടുള്ള പിക്ചർ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യത്തെ നോക്കിക്കേ മക്കളെ, ഡ്രോ സം ലീവ്സ് ഓൺ ദി ട്രീ. ടീച്ചർ പറഞ്ഞോളൂ, ട്രീൻ്റെ പിക്ചറാണ് നമുക്കിതാ ഇതുപോലെ തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ എന്ത് വരയ്ക്കാൻ? കുറച്ച് ലീവ്സ് വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ ടീച്ചർ വരച്ചിട്ടുള്ള പിക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. അത് നോക്കിക്കേ മക്കളെ, ഡ്രോ 4 മാംഗോസ് ഓൺ ദി ട്രീ. ആ മരത്തിൻ്റെ മുകളിൽ എത്ര മാംഗോസ് വരയ്ക്കണം? 4 മാംഗോസ് അല്ലേ, 4 മാംഗോസ് വരയ്ക്കാനാണ്. അത് നമ്മൾ വരച്ചു. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഡ്രോ 2 സ്മോൾ എഗ്സ് ഇൻ ദി നെസ്റ്റ്. ആ കൂട്ടിൽ കിളിക്കൂട് ഉണ്ട് അല്ലേ മരത്തിൻ്റെ മുകളിൽ, അതിൽ 2 എഗ്സ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഡ്രോ 3 ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദി സ്കൈ.
ആകാശത്തിലൂടെ പറന്നു പോകുന്ന 3 ബേർഡ്സിനെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യുക മക്കൾ, 3 ബേർഡ്സിനെ വരയ്ക്കണം. അതിനുശേഷം നോക്കിക്കുക മക്കളെ, ഡ്രോ എ പ്ലാന്റ് അണ്ടർ ദി ട്രീ. ആ മരത്തിന് താഴെയായിട്ട് ഒരു പ്ലാന്റ്, ഒരു ചെടി വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക, വരച്ച് കളറൊക്കെ കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി അല്ലേ? ഈ ആക്ടിവിറ്റി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അടുത്ത ആക്ടിവിറ്റി നോക്കിക്കുക മക്കളെ, ആക്ടിവിറ്റി 4, വാട്ട് ആർ ദേ ഡൂയിങ്. ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസസ്. പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ബോയ് ഈസ് ഡാഷ് ഫേസ്റ്റ്. ആ ബോയ് എന്താണ് മക്കളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൻ ഓടുകയാണല്ലേ. അപ്പം മക്കൾ അവിടെ എന്ത് ചേർക്കണം? റണ്ണിങ് എന്ന് വേണം ചേർക്കാനായിട്ട്. നെക്സ്റ്റ് വൺ നോക്കിക്കുക മക്കളെ, എ മങ്കി ഈസ് ഡാഷ് ഓൺ ദി ട്രീ. ആ മങ്കി മരത്തിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അവിടെ മക്കൾ ക്ലൈംബിങ് എന്ന് വേണം ചേർക്കാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, എ ഗേൾ ഈസ് ഡാഷ് വാട്ടർ. ആ ഗേൾ വെള്ളം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുടിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ മക്കൾ ഡ്രിങ്കിങ് എന്ന് വേണം ചേർക്കാനായിട്ട് കേട്ടോ. അടുത്ത നോക്കിക്കേ മക്കളെ, ദി ബേർഡ് ഈസ് ഡാഷ്. ആ ഒരു ബേർഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ? ചിത്രം നോക്കിക്കേ, പറന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അവിടെ മക്കൾ എന്ത് വേണം ചേർക്കാനായിട്ട്? ഫ്ലൈയിങ് എന്ന് വേണം ചേർക്കാനായിട്ട്. നെക്സ്റ്റ് പിക്ചർ നോക്കിക്കേ, ചിൽഡ്രൻ ആർ ഡാഷ് ഫുട്ബോൾ. കുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ? ഫുട്ബോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ പ്ലേയിങ് വേണം ചേർക്കാനായിട്ട് കേട്ടോ. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ മക്കളെ, എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം അല്ലേ. ആക്ടിവിറ്റി 5, ക്രോസ് വേർഡ് പസിൽ. നോക്കിക്കേ മക്കളെ, റീഡ് ദി ക്ലൂസ് ആൻഡ് കംപ്ലീറ്റ് ദി ക്രോസ് വേർഡ് പസിൽസ്. നമുക്ക് അവിടെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. ആ ക്ലൂസൊക്കെ വായിച്ചുകൊണ്ട് അവിടെ തന്നിട്ടുള്ള ആ ഒരു ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എക്രോസ് ആയിട്ടുള്ള ക്ലൂസൊക്കെ വായിക്കാം അല്ലേ. ഫസ്റ്റ് വൺ നോക്കിക്കേ, ഐ ആം ദി ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. ഞാൻ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് അല്ലേ. ബിഗ്ഗസ്റ്റ് ആനിമലാണ്. ഏതാണ് മക്കളെ കരയിലെ ഏറ്റവും വലിയ ആനിമൽ ഏതാണ്? നമുക്കറിയാലേ, എലിഫൻ്റ് ആണ് അല്ലേ. അപ്പോൾ അവിടെ തന്നിട്ട് ഇയും ടിയും നമുക്ക് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. ബാക്കി സ്പെല്ലിങ് മക്കൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഐ ക്യാൻ സീ അറ്റ് നൈറ്റ്. എനിക്ക് രാത്രി കാണാനായിട്ട് കഴിയില്ലേ. എനിക്ക് രാത്രി കാണാനായിട്ട് കഴിയും. ആരാണ് മക്കളെ? ഒരു ബേർഡാണ് കേട്ടോ അത്. സെക്കൻഡ് വൺ ഏതാണ്? ഔളാണ് അല്ലേ. ഔളാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഐ എം എ വൈൽഡ് ആനിമൽ, ഐ ക്യാൻ ഹൗൾ. ഞാൻ എന്താണ്? ഒരു വൈൽഡ് ആനിമലാണ്. എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഹൗൾ ചെയ്യാനായിട്ട് പറ്റൂലേ. ആരാണത് മക്കളെ? ഔള് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ആളെ കിട്ടും. ആരാണ്? ഫോക്സ് ആണ് അല്ലേ. ഇനി അടുത്തത് ഡൗണിലേക്കുള്ളതാണ് കേട്ടോ. ആദ്യത്തെ ക്ലൂ നോക്കിക്കേ, ഐ ആം ദി കിങ് ഓഫ് ദി ഫോറസ്റ്റ്. ഐ ആം ദി കിങ് ഓഫ് ദി ഫോറസ്റ്റ്. ആരാണത്? ലയണാണ് അല്ലേ. കാട്ടിലെ രാജാവ് ലയണാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത് താഴേക്കാണ് മക്കൾ എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വന്ന് നോക്കിക്കേ, ഐ ഹാവ് എ ലോങ് നെക്ക്, ഐ ആം വെരി ടോൾ. എനിക്ക് എന്തുണ്ട്? ലോങ് നെക്ക് ഉണ്ട് അല്ലേ. നീളമുള്ളൊരു കഴുത്തുണ്ട്. ഐ ആം വെരി ടോൾ. ഞാൻ നല്ല നീളമുള്ള ആളാണ് അല്ലേ. ആരാണത് മക്കളെ? നമ്മുടെ ജിറാഫാണ് അല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ. എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.